എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇന്നിനീ നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക എന്ന വായൻവിയുടെ വാക്കുകൾ ഓർക്കുക. മറ്റൊരുവൻ്റെ സ്വസ്ഥമായ നിദ്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കും എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവമാണ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ വെച്ച് NIA സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കേട്ട് കാണുമല്ലോ. സ്റ്റാൻ സ്വാമിയെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. വർഷങ്ങൾക്ക് മുൻപുള്ളൊരു പരിചയമാണ്. പരിചയം പുതുക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം അന്ന് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ, ചില സത്യങ്ങൾ, മാനുഷികതയ്ക്ക് വേണ്ടി പോരാടേണ്ടതിൻ്റെ ആവശ്യങ്ങൾ എൻ്റെ മനസ്സിലിപ്പോഴും കിടപ്പുന്നുണ്ട്. അദ്ദേഹം എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം. പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെടുന്നവരോട്, ദളിതരോട്, ആദിവാസികളോട് പ്രത്യേക ഒരു സ്നേഹമുള്ള വ്യക്തിയാണ് സ്റ്റാൻ സ്വാമി. ആ പ്രവർത്തനങ്ങളാകാം അദ്ദേഹത്തിനെതിരെ തിരിയാനായിട്ട് ഈ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുക. മാവോയിസ്റ്റുകൾക്ക് പണം നൽകിയെന്നൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ ശ്രദ്ധിക്കണം, 83 വയസ്സാണ്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണിത്. സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തു എന്നതൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല, ഇവിടെ പാവപ്പെട്ടവരുടെ ഇടയിലും മനുഷ്യാവകാശ ദംശനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും ശക്തമായിട്ട് പ്രതികരിക്കുന്നവർക്കെതിരെ ഒരു ഭരണകൂടം എടുക്കുന്ന നീചമായ നിലപാടിൻ്റെ ഒരടയാളപ്പെടുത്തലാണ് ഈ അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഭീമാ കൊറേഗാവ് ഏരിയയിൽ ആ സ്ഥലം പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് താനെന്ന് പറയുമ്പോൾ അവിടെയുള്ള കലാപത്തിൻ്റെ പിന്നിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. സ്റ്റാൻ സ്വാമി എന്തുകൊണ്ടൊരു ഭരണകൂടം ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ്. സ്റ്റാൻ സ്വാമിയെ മാത്രമല്ല, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരു വ്യക്തിയെയും ഈ ഭരണകൂടം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുന്ന എല്ലാവരെയും നിശബ്ദരാക്കാനായിട്ട്, അടിച്ചമർത്താനായിട്ട്, ജയിലിലടയ്ക്കാനായിട്ട് അവർ നടത്തുന്ന തന്ത്രങ്ങളുടെ ഒരു ഭാഗം കൂടിയാണിത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഒരു വിധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാസിസ്റ്റ് ശൈലികൾ താണ്ഡവ നൃത്തം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് നമ്മളെ സങ്കടപ്പെടുത്തേണ്ടതാണ്. എന്നാൽ പ്രതികരണത്തിൻ്റെ ശബ്ദങ്ങൾ അവിടെയും ഇവിടെയും ഉയരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ, യോഗങ്ങൾ, പ്രസ്താവനകൾ പലരും ഇറക്കുകയുണ്ടായി. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ഇനിയും കെട്ടുപോകാത്ത വെളിച്ചമുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഉള്ള വെളിച്ചത്തെ പോലും കെടുത്തിക്കളയാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭീകരതയെ സമൂഹത്തിന് മുമ്പിൽ, രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുക എന്നത് ഏതൊരു മനുഷ്യ സ്നേഹിയുടെ ഉത്തരവാദിത്തമാണ്. അത് എവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ശ്വാസം കിടക്കുന്നത്? അത് സ്വാതന്ത്ര്യത്തിലാണ്. ഇവിടെ സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ, സ്വതന്ത്രമായിട്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ നീചമായ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുക, ഈ രാജ്യം ഉണരേണ്ടതുണ്ട്. ഇവിടുത്തെ യുവത്വം ക്ഷുഭിതമാകേണ്ടതുണ്ട്. ഇങ്ങനെയല്ല ഒരു രാജ്യം പോകേണ്ടത്, ഇങ്ങനെയല്ല ഒരു നാട് മുന്നേറേണ്ടത്. ഇവിടെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് തെരുവിലിറങ്ങത്തക്ക രീതിയിൽ ശക്തമായൊരു യുവത്വം ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ യുവാക്കളില്ല എന്നത് സത്യമാണ്. കാരണം കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകൾ ശൂന്യമായി കിടക്കുമ്പോൾ അതൊരു മറയാക്കിക്കൊണ്ടാണ് ഗോപ്യമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഒരു യുദ്ധം ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊറോണ വൈറസിനേക്കാൾ വലിയൊരു മഹാമാരിയാണ് ജനാധിപത്യ ധ്വംസനമെന്ന് ഇവിടുത്തെ ചിന്താശേഷിയുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട്. ചിന്താശേഷിയുള്ളവരെയും വസ്തുതകൾ എണ്ണമിട്ട് നിർത്തുന്നവരെയും അവർ നിശബ്ദരാക്കുകയാണ്. അങ്ങനെ ചിന്താശേഷിയുള്ളവരെ ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം ഫാസിസ്റ്റിൻ്റെ ശൈലിയാണത്. ഫാസിസ്റ്റ് ഭരണകൂടം എപ്പോഴും ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മാധ്യമങ്ങളെ തങ്ങളുടെ കൈക്കലാക്കിക്കൊണ്ടിരിക്കും, എപ്പോഴും എതിർ ശബ്ദങ്ങളെ അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തെ ചെറുക്കാനുള്ള കരുത്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങൾക്കുണ്ടാകേണ്ടതല്ലേ?
ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും അത് ഉണരേണ്ടതുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ടാഗോർ പറഞ്ഞതുപോലെ, എവിടെയാണോ എൻ്റെ തല ഉയർന്നിരിക്കുന്നത് ആ സ്വതന്ത്ര രാജ്യത്തിലേക്ക് എൻ്റെ ഈ ഭൂമി, എൻ്റെ ഈ രാജ്യം ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇനിയും വൈകിക്കൂടാ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മാർപ്പാപ്പയുടെ ഫ്രatelli tutti, എല്ലാവരും സഹോദരങ്ങൾ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പൊതുഗ്രഹത്തിൽ, പൊതുഭവനമാണ് ഈ ഭൂമി, ഈ പൊതുഭവനത്തിൽ എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു മാനവ സ്വപ്നത്തിലേക്ക്, ഒരു ദർശനത്തിലേക്ക് നാം നടന്നു നീങ്ങേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുക, ഈ ഭൂമി ഒരു പൊതുഭവനമാണ്. രണ്ടാമത്തെ അദ്ദേഹം പറയുക, ഈ പൊതുഭവനത്തിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അത് ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ എല്ലാവരും സാഹോദര്യത്തിലേക്ക് ഉണരുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെതൊരു ഭാവി ദർശനമാണ്. ആ ഭാവി ദർശനത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതിൻ്റെ പ്രായോഗിക പാഠങ്ങളാണ് ഇനി ഈ നാട്ടിൽ, കേരള മണ്ണിൽ ഉണ്ടാകേണ്ടത്. കേരള മണ്ണിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിലും ഉണ്ടാകേണ്ടത് ഒരു മാനവ സാഹോദര്യം വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ്. കാരണം ഇവിടെ ആർക്കും ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് സഹോദരനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനീ നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക എന്ന ONVയുടെ വാക്കുകൾ ഓർക്കുക. മറ്റൊരുവൻ്റെ സ്വസ്ഥമായ നിദ്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കും എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവമാണ്. അവരെൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസ്തമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉണർവുള്ളവരാകാൻ, കാഴ്ചയുള്ളവരാകാൻ, ഉൾക്കാഴ്ചയുള്ളവരാകാൻ നമ്മോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുക. ആഹ്വാനം ഇതാണ്: സാഹോദര്യത്തിൻ്റെ പുതിയ മേഖലകൾ നമ്മൾ തേടണം. അതിലൂടെ മാത്രമേ ഇന്ത്യൻ മഹാരാജ്യത്ത് യഥാർത്ഥ മതേതര സ്വഭാവമുള്ള, സ്വാതന്ത്ര്യമുള്ള, ജനാധിപത്യ ഭാവമുള്ള ഒരു സമൂഹമായിട്ട് ഇതിന് നിലനിൽക്കാൻ പറ്റൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം.